ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ അമേരിക്കയിലെ ഹിന്ദുത്വ സംഘടനകൾ നടത്താൻ പോകുന്ന പരിപാടിയിൽ RSS തലവൻ മോഹൻ ഭാഗവത് എത്തുന്നതിനെതിരെ അമേരിക്കയിൽ വൻ പ്രതിഷേധം. പരിപാടിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംതാനി ഉൾപ്പെടെയുള്ളവർ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ആയിരക്കണക്കിന് ആളുകളാണ് പരിപാടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട US സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മോഹൻ ഭഗവതിന്റെ ന്യൂയോർക്ക് സന്ദർശനം ഇത്ര വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത്? മംതാനിക്ക് പരിപാടി തടയാൻ കഴിയുമോ? അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിഭജനമായി മാറുകയാണോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. RSS മേധാവി മോഹൻ ഭഗവതിന്റെ ന്യൂയോർക്ക് സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. RSS മേധാവിയെ അമേരിക്കയിലെ പരിപാടിയിലേക്ക് കൊണ്ടുവരരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് കത്തെഴുതിയത്. മോഹൻ ഭാഗവതും സംഘവും ഓഗസ്റ്റ് 29-ന് ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് രാജ്യത്ത് പ്രതിഷേധം അലയടിക്കുന്നത്. പരിപാടിക്കെതിരെ ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംതാനിയും രംഗത്തെത്തിയിട്ടുണ്ട്. RSS മേധാവി മോഹൻ ഭഗവത് പങ്കെടുക്കുന്ന പരിപാടിയോട് തനിക്ക് കടുത്ത എതിർപ്പുണ്ടെന്നും ഇതൊരു സ്വകാര്യ പരിപാടി ആയതുകൊണ്ട് തന്നെ റദ്ദാക്കാൻ നഗരഭരണകൂടത്തിന് അധികാരമുണ്ടോ എന്നത് വ്യക്തമല്ലെന്നുമായിരുന്നു മംതാനിയുടെ പ്രതികരണം. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് RSS പരിപാടിയോടുള്ള തന്റെ വിയോജിപ്പ് മംതാനി പരസ്യമാക്കിയത്. ഇന്ത്യയെ സംബന്ധിച്ച് തന്റെ കുടുംബം തന്നെ പഠിപ്പിച്ചത് മതേതരത്വത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന ഒരു റിപ്പബ്ലിക് എന്ന കാഴ്ചപ്പാടാണെന്ന് മംതാനി പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റി നിർത്തലിന്റെയും ഒഴിവാക്കലിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഒരാൾ പരിപാടിയിലേക്ക് എത്തുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിറം, മതം, വിശ്വാസം എന്നിവയുടെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന ഒരു നഗരത്തിന്റെ മേയർ എന്ന നിലയിലും ഒരു ഇന്ത്യൻ അമേരിക്കൻ എന്ന നിലയിലും തനിക്ക് ഈ പരിപാടിയോട് കടുത്ത എതിർപ്പാണെന്നും മംതാനി പറഞ്ഞു. പരിപാടി ഒരു സ്വകാര്യ വേദിയിലാണ് നടക്കുന്നത്. അതിനാൽ ഒരു മേയർക്ക് രാഷ്ട്രീയമായി എതിർപ്പ് പ്രകടിപ്പിക്കാനാകുമെങ്കിലും അമേരിക്കൻ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സമ്മേളന സ്വാതന്ത്ര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു സ്വകാര്യ പരിപാടി നേരിട്ട് റദ്ദാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുതന്നെയാണ് മംതാനിയുടെ പ്രതികരണത്തിലും വ്യക്തമാകുന്നത്. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ആഗോള സമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മോഹൻ ഭാഗവത് അമേരിക്ക, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 29-ന് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിലാണ് യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എഹീഡ് ഫോറം നേതൃത്വം നൽകുന്ന പരിപാടിയിൽ ഏകദേശം 5000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. സംഘാടകർ അവകാശപ്പെടുന്നതനുസരിച്ച് ഇത് അമേരിക്കയിലെ ഹിന്ദു സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതും ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതുമായ ഒരു പരിപാടിയാണ്. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ തലവനായ RSS പ്രതിനിധിക്കാണ് അമേരിക്കയിൽ വലിയൊരു പൊതുവേദി നൽകുന്നത്. അവിടെയാണ് പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയവും തുടങ്ങുന്നത്. RSS മേധാവിക്ക് അമേരിക്കൻ മണ്ണിൽ ഒരു പ്രധാന പൊതുവേദി നൽകുന്നത് മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും എതിരായ സന്ദേശമാകുമെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. ഇനി എന്ത് സംഭവിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഓഗസ്റ്റ് 29-ന് പരിപാടി നടക്കുമ്പോൾ പ്രതിഷേധങ്ങളും ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. മാഡിസൺ സ്ക്വയർ ഗാർഡൻ പോലെയൊരു ലോക പ്രശസ്ത വേദിയിൽ RSS മേധാവി സംസാരിക്കുന്നത് വലിയ അന്താരാഷ്ട്ര ശ്രദ്ധ നേടും. അതുകൊണ്ട് തന്നെ പ്രതിഷേധം എത്രത്തോളം ശക്തമാകുമെന്നതും പരിപാടി തടയാൻ ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നതുമാണ് ഏവരും നോക്കിക്കാണുന്നത്. US സർക്കാർ ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ്.